സംബന്ധിച്ചിടത്തോളം ദീർഘനാളുകളായിട്ടുള്ള ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ്. ഇതിലേക്ക് എത്താൻ വളരെ ശ്രമകരമായ ഒരു പാത പിന്നിടേണ്ടതായിട്ട് വന്നു എന്നുള്ളത് ബഹുമാന്യനായിട്ടുള്ള MLA അഡ്വക്കേറ്റ് മാത്യു തോമസ് സാറിന്റെ സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ഓർക്കുകയായിരുന്നു, നിരന്തരം ദിനംപ്രതി എന്ന് പറഞ്ഞു മാത്യു തോമസ് സാറിന്റെ ഫോൺ കാണുമ്പോഴേ ഞാൻ ഓർക്കുന്നു മലപ്പുഴയിൽ. അപ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാൻ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഹൈക്കോടതിയിൽ എന്താണ് ഇന്നത്തെ നമ്മൾ എന്തെങ്കിലും ജഡ്ജ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ. ഓരോ പോസ്റ്റിങ്ങിലും അതിനു മുൻപ് സാധാരണ നമുക്ക് എല്ലാ കേസുകളും, ഒരുപാട് കേസുകൾ അങ്ങനെ ഉണ്ടാകും ആരോഗ്യ വകുപ്പിലും വിദ്യാഭ്യാസ വകുപ്പിലും. പക്ഷെ ഓരോ കേസിലും നമുക്ക് ഇടപെട്ടുകൊണ്ട് അങ്ങനെ AGയോടും GP എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കാൻ സാധിക്കത്തില്ല സാധാരണ നിലയിൽ. പക്ഷെ അതിലേക്ക് എത്തിച്ചത് ബഹുമാനപ്പെട്ട MLAയുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകളാണ്. 2 ദിവസം മുമ്പ് വിളിച്ചു പറയും, മറ്റന്നാ പോസ്റ്റിംഗ് ആണ് കേട്ടോ മിനിസ്റ്റർ. എന്നെ മാത്രമല്ല കൃഷ്ണൻകുട്ടി മിനിസ്റ്ററെയും വിളിച്ചു പറയും. കാരണം ഇതിൽ KCB കക്ഷിയാണ്. അപ്പോൾ അങ്ങനെ തുടർച്ചയായ വ്യവഹാരങ്ങളുടെ ഒരാവശ്യമില്ലാത്ത കേസാണ്, ഒരാവശ്യമില്ലാത്തൊരു കേസ്. വെറുതെ ഇത്രയും നാൾ ഈ നിർമ്മാണം താമസിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു ഫലവും ആ കേസ് കൊണ്ട് ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഒരാവശ്യമില്ലാത്തൊരു ഒരു കേസായിരുന്നു അത്. പക്ഷെ കോടതി അതിൽ നീതിപൂർവമായിട്ടുള്ള ഒരു വിധിയാണ് പ്രസ്താവിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നിർമ്മാണം തുടങ്ങാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, മല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആശുപത്രി, താലൂക്ക് ആശുപത്രി കിഫ്ബിയിലൂടെ പണം അനുവദിച്ചുകൊണ്ട് വളരെ മനോഹരമായ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു കെട്ടിടം ഇവിടെ സ്ഥാപിക്കപ്പെടുമ്പോൾ നമ്മൾ സാധാരണ കെട്ടിട നിർമ്മാണത്തിൽ കാണുന്നത് പോലെ കിഫ്ബിയിൽ കെട്ടിടം പണിതിട്ടിട്ട് പിന്നെ വയറിങ്ങിന് പണമില്ല, അല്ലെങ്കിൽ മറ്റ് പ്ലംബിങ്ങിന് പണമില്ല, എക്യുപ്മെന്റ്സിന് പണമില്ല എന്നുള്ള സ്ഥിതി അല്ല കിഫ്ബിയിലെ വർക്കിന് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മളൊരു കെട്ടിടം പണിതാൽ ആ കെട്ടിടം പൂർണ്ണമായി എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം, CT സ്കാൻ വേണോ, മറ്റു സൗകര്യങ്ങൾ വേണോ, ഡിജിറ്റൽ എക്സ്റേ വേണോ, ഇതെല്ലാം ഫർണിച്ചർ ഉൾപ്പെടെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ കോട്ട് ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ 50 കോടി 45 ലക്ഷം രൂപയാണെങ്കിൽ അത്രയും തുകയ്ക്ക് ഇത് മുഴുവൻ കാര്യങ്ങളും ഈ അധികം റിവൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇത് സർക്കാരിന്റെ ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായി. ആ നയം എന്താണ്? ആ നയം വളരെ പണച്ചെലവുള്ള ചികിത്സകൾ സർക്കാർ തലത്തിൽ, സർക്കാർ ആശുപത്രികളിൽ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ളതാണ്. ആ നയം ഒരു രോഗത്തിന്റെയും മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകാൻ പാടില്ല എന്നുള്ളതാണ്. ആ നയം ഒരു തരത്തിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക കടക്കണിയോ സാമ്പത്തിക പ്രതിസന്ധിയോ ഒരു ചികിത്സ മൂലം ഉണ്ടാകരുത് എന്നുള്ള നയമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആർദ്രം മിഷൻ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചത്. ആർദ്രത്തിലൂടെ ആരോഗ്യ കേന്ദ്രങ്ങൾ, നമ്മുടെ പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ അങ്ങ് മെഡിക്കൽ കോളേജുകൾ വരെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയ മാറ്റമുണ്ടായി. പണ്ട് സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലൊരു ചിത്രമുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ചിത്രം? വെളിച്ചം കിടക്കാത്ത മുറികൾ, വൃത്തിയില്ലാത്ത തറ, നമുക്ക് ഒരു സൗകര്യങ്ങളുമില്ല, ഈ പറഞ്ഞതുപോലെ കട്ടിലില്ല, മരുന്നില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. സർക്കാർ ആശുപത്രിയിൽ ആരും പോവില്ല. ഒരു എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോകും. അവിടെ നിന്നാണ് നമ്മൾ ആർദ്രം മിഷൻ തുടങ്ങുന്നതെന്ന് കാണേണ്ടതായിട്ടുണ്ട്. ഈ 9 വർഷ കാലയളവിൽ 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം. ഇങ്ങനെ പറയാൻ മാത്രമേ ഉള്ളൂ, അല്ല. നമ്മുടെ ജില്ല മാത്രമൊന്ന് പരിശോധിക്കാം. നമ്മുടെ ജില്ലയിൽ മല്ലപ്പള്ളിയിൽ 50 കോടിയിലധികം രൂപ നിർമ്മാണം നടക്കി സമയബന്ധിതമായിട്ട് പോവുകയാണ്. അതോടൊപ്പം നമ്മുടെ റാന്നി ആശുപത്രി, ബഹുമാനായിട്ടുള്ള റാന്നി MLA ഇവിടെയുണ്ട്. ശബരിമലയുടെ തൊട്ടടുത്തുള്ള ആശുപത്രിയാണ് റാന്നി താലൂക്ക് ആശുപത്രി. സ്ഥലമില്ലായിരുന്നു, കിഫ്ബി പണം തന്നു, സ്ഥലം വാങ്ങി, അതിന് അവിടെ കെട്ടിട നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കൊരു 1.5 വർഷത്തിനുള്ളിൽ, പരമാവധി 1 വർഷത്തിനുള്ളിൽ അവിടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. റാന്നി കോഴഞ്ചേരിയിലേക്ക് വന്നാൽ അവിടെ കോഴഞ്ചേരി ആശുപത്രി 30 കോടി രൂപ, അതുവഴി പോകുമ്പോൾ കാണാൻ സാധിക്കും, 30 കോടി രൂപയുടെ പുതിയ ബ്ലോക്ക് അവിടെ ഉയർന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ ജനറൽ ആശുപത്രിയിൽ അവിടെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതിന് അവാർഡും മറ്റ് ഫണ്ടുമാണ്. അതുകൂടാതെ
കോന്നി മെഡിക്കൽ കോളേജ് നമ്മുടെ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം, പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നേട്ടമാണ് നമുക്കൊരു മെഡിക്കൽ കോളേജ് ലഭ്യമായി എന്നുള്ളത്. അവിടെ മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കാൻ സാധിച്ചു. 3ാമത്തെ ബാച്ചാണ് അവിടെ പഠിക്കുന്നത്. ഇനി അവിടെ കിഡ്ബിയിലൂടെ 100 കണക്കിന് കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഒന്നാം തരം മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളും സൗകര്യങ്ങളും. അടൂരേക്ക് പോയാൽ ചെന്ന് കയറുമ്പോൾ കാണാം അവിടെ കെട്ടിടം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കിഫ്ബിയിലൂടെ അനുവദിച്ചതാണ്. മറ്റ് തിരുവല്ല ആശുപത്രിയിൽ PWD വർക്ക് നടക്കിയ ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ കഴിഞ്ഞ ഉദ്ഘാടനം ചെയ്തു. കോന്നി താലൂക്ക് ആശുപത്രി. അങ്ങനെ ആരോഗ്യ മേഖലയിൽ പത്തനംതിട്ട ജില്ലയിലെ മാത്രം കാര്യമാണ് ഞാൻ പറഞ്ഞത്. നാളെ ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി മിനിസ്റ്ററുടെ മണ്ഡലത്തിൽ, അദ്ദേഹത്തിന്റെ ചിറ്റൂർ മണ്ഡലത്തിൽ അതിർത്തിയിലുള്ള ഒരു ജില്ലയാണ്, അതിർത്തിയിലുള്ള ഒരു സ്ഥലമാണ്, മണ്ഡലമാണ് അത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ മണ്ഡലം. അവിടെ 71 കോടി രൂപയ്ക്കാണ് ബഹുനില കെട്ടിടം. ഞാൻ വെറുതെ യൂട്യൂബിൽ കഴിഞ്ഞ ദിവസം ഒന്ന് എടുത്തു നോക്കി. കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ന വർഷം എന്നുള്ളത് ഇട്ടിട്ട് ഒന്ന് സെർച്ച് ചെയ്തു. നിങ്ങൾ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. ചിറ്റൂർ താലൂക്ക് ആശുപത്രി CHITUR എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇയറും കാണാൻ കഴിയും. ആ പഴയ ആശുപത്രിയുടെ ഒരു ചിത്രം പല ചാനലുകളും ചെയ്ത ന്യൂസ് അതിനകത്ത് കിടപ്പുണ്ട്, വീഡിയോ കിടപ്പുണ്ട്. അതും ഇന്നത്തെ നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കെട്ടിടവും കൂടെ ഒന്ന് നോക്കണം. കർഷകരും തൊഴിലാളികളും ആശ്രയിക്കുന്ന ആശുപത്രി. ഞാൻ പറഞ്ഞത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആരോഗ്യ മേഖലയിൽ ഈ മാറ്റമുണ്ടായി. മെഡിക്കൽ കോളേജുകൾ ഇവിടെ മലപ്പള്ളിക്ക് തൊട്ടടുത്തുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജ് അല്ലേ? അവിടെ ഒന്ന് പോയി നോക്കണം. അവിടെ തന്നെ പോയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. സർജിക്കൽ ബ്ലോക്ക് കിഫ്ബിയിലൂടെ ഒന്നാം തരമായിട്ട് മനോഹരമായിട്ട് പൂർത്തിയാക്കി. അതിന് കഴിഞ്ഞിടെ മറ്റൊരു ബ്ലോക്ക് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അപ്പൊ ഇത് വലിയ മാറ്റമാണ് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ. ഇത് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ മാത്രമല്ല, ചികിത്സയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നമുക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സ്വകാര്യ ആശുപത്രിയിൽ 40-45 ലക്ഷം രൂപയാണ്. എവിടുന്നാണ് 4 ലക്ഷം രൂപ ഒന്നിച്ച് നമുക്ക് എടുക്കാൻ കഴിയാത്തത്? 40,000 രൂപ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് കണ്ടെത്തണം എന്ന് വെച്ചാൽ ഇല്ലാത്തവരുടെ മുന്നിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഇത്ര ലക്ഷം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയി കണ്ടെത്തും? അവിടെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് സർക്കാർ തലത്തിൽ നമുക്കിത് തുടങ്ങണം. 2022 അതിനുള്ള ശ്രമം ആരംഭിച്ചു. 2022 കോട്ടയം മെഡിക്കൽ കോളേജിൽ സൗജന്യമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തി. തിരുവനന്തപുരത്ത് നടത്തി. കോഴിക്കോട് നമ്മൾ അവിടെ ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കാനായിട്ട് പോകും.